ഹലോ, JC's വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പെസഹ അപ്പമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് തൃശ്ശൂർക്കാരുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ്. സോ വീഡിയോ കാണുന്നവർ പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് ഉഴുന്നെടുത്ത് അതൊരു 1.5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. ഇനി നമ്മൾ കുതിർത്ത് വെച്ച ഉഴുന്ന് നന്നായി അരച്ചെടുക്കാം. സോ ഫൈനലി ഉഴുന്ന് അടിച്ച് അത് മാറ്റി വെച്ചതിന് ശേഷം ഈ മാറ്റി വെച്ച ഉഴുന്നിലേക്ക് നമ്മൾ 1.5 ഗ്ലാസ് അരിപ്പൊടി ഇട്ടിട്ട് അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമ്മളൊരു ജാറിൽ കുറച്ച് നാളികേരം, ഞാനിവിടെ ഒരു നാളികേരമാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ നമ്മൾ കുറച്ച് ജീരകം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് ഒരു 3 അല്ലി വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഇതിനൊപ്പം തന്നെ നിങ്ങൾ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യണേ. ഞാനിവിടെ ആഡ് ചെയ്യാൻ മറന്നുപോയതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് നമുക്ക് വെള്ളം ഒഴിച്ച് ഈ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഒന്നുമില്ല, നമ്മൾ ഈ അരച്ചു വെച്ച ഈ നാളികേരത്തിൻ്റെ അരപ്പ് നമ്മുടെ ഉഴുന്നും അരിപ്പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം നമ്മുടെ പകുതി പണി ഇവിടെ കഴിഞ്ഞു. സോ നമ്മുടെ ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ആഡ് ചെയ്യാനായിട്ടും അതുപോലെ ഗാർണിഷിങ്ങിനും വേണ്ടി നമ്മൾ കുറച്ച് ഉള്ളിയും അതുപോലെ നാളികേരക്കൊത്തും റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ എണ്ണയിലിട്ട് നന്നായി ഒന്നൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ കുറച്ച് വേപ്പില കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. പാനിൽ നിന്ന് മാറ്റി വെച്ച ശേഷം നമുക്ക് നമ്മുടെ ബാറ്ററിൽ ഓൾമോസ്റ്റ് ഒരു 3/4 ഭാഗവും ഈ ബാറ്ററിൽ തന്നെ ഇടാം. ഇനി അതേ എണ്ണയിൽ തന്നെ കുറച്ച് നാളികേരക്കൊത്തുകൂടെ നമ്മൾ അതേപോലെ ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയെടുത്ത് നേരത്തെ അതേ പ്രോസസ്സാണ്. പകുതി നമ്മൾ ഈ ബാറ്ററിലിട്ട് ബാക്കി പകുതി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മളൊരു പാൻ എടുത്ത് വയ്ക്കാം. പാൻ ചൂടാവുന്ന പോലെ ഇഷ്ടമുള്ള ഞാനിവിടെ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ ദോശ പരത്തുന്ന പോലെ ഈ മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് പരത്തി കൊടുക്കുക. ഇനി നമുക്കൊന്ന് കുറച്ച് ഗാർണിഷിങ് പരിപാടി നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ മാറ്റി വെച്ച നമ്മുടെ ഉള്ളി അതുപോലെ തന്നെ നാളികേരക്കൊത്ത് ഇത് രണ്ടും ഇതിൻ്റെ മേലെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. നല്ല ഈസി ആയിട്ട് നമ്മുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടായി കഴിഞ്ഞാൽ ഫ്രൈ പാനിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി കലത്തപ്പത്തിൻ്റെ കൂടെ പോകാനായിട്ട് ഒരു ഈസി ഡിപ്പിൻ്റെ റെസിപ്പി കൂടി ഉണ്ട്. ഈസിയാണ്, നമ്മളെല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതാണ്. ഒരു പാത്രം എടുത്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളം എടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മളൊരു 3 പീസ് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അത് നന്നായി ഒന്ന് മെൽറ്റ് ആവട്ടെ. നന്നായി ഉരുകി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ കുറച്ചുകൂടെ ഫ്ലേവർ കിട്ടാനായിട്ട് ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ നമുക്ക് കുറച്ചൊന്നൊരു ഏലക്കായ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവറിൽ നല്ലൊരു ഡിപ്പും കൂടെ റെഡിയാവും. സോ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ പറയണേ.